ഇന്ന് ചായയുടെ ഒപ്പം ഒരു എഗ് സമൂസ ആയാലോ? അതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു 3 സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ടാൽ കറിവേപ്പില നമുക്ക് വേസ്റ്റ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനുശേഷം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഏകദേശം പച്ചമണം മാറിയിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റോളം നമുക്ക് ഇളക്കി തക്കാളി ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. ഏകദേശം തക്കാളി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 2 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൊടിയുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസുകളായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മളുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫില്ലിംഗ് നിറയ്ക്കാനായി ഞാൻ സമൂസ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതുപോലെ ഓരോ ഷീറ്റിലേക്കും നമ്മൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആ പോർഷൻസ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് വെള്ളത്തിൽ മൈദാമാവ് കലക്കി ഇതുപോലെ പേസ്റ്റ് ആക്കി ഒന്ന് തേച്ച് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് എല്ലാം ചെയ്ത് സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഓയിലിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഓരോരോ സമൂസകളായി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ സമൂസ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്ര എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എഗ് സമൂസ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.